ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, ബാംഗ്ലൂർ. എന്താ? അതെ ഭായ്, ഭായ് കുറിപ്പിച്ച് പറയാൻ പറ്റുമോ വരാൻ പോകുന്ന ഹോം ഗേൾ പതിവ്രതയാണെന്ന്? കളിച്ച് കളിച്ച് വീട്ടിൽ കയറിയാണോ നിന്റെ കളി? ഭായിക്ക് ദേഷ്യം വന്നല്ലേ? You just get lost, man. ഭായ്, ഇത് നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആണ്. നിങ്ങളുടെ ജീവിതം സേഫ് ആണെന്ന് തെളിയിക്കാനുള്ള ലാസ്റ്റ് ചാൻസ്. Opportunities are like sunrises. If you wait too long, you miss them. Bye. നാളെ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ ഇറങ്ങിത്തിരിക്കുന്ന കുട്ടിയാണ് സംശയിക്കാൻ പറഞ്ഞത്. എനിക്കവിടെ സംശയമില്ല, വിശ്വാസമാണ്. പക്ഷേ തിരിഞ്ഞു നടന്നത് നിന്നെയോ നിന്റെ വാക്കുകളോ പേടിച്ചിട്ടല്ല. നാളെ എൻ്റെ കൂടെ ഇറങ്ങി വരാൻ പോകുന്നവളെ എന്നിൽ നിന്ന് അകറ്റാൻ നിന്നോട് ആരാണ് പറഞ്ഞു വിട്ടതെന്ന് എനിക്കറിയില്ല. ആരാണല്ലോ അവനോട് പറഞ്ഞേക്ക്, എനിക്ക് എൻ്റെ പെണ്ണിനെ വിശ്വാസമാണ്. വിശ്വാസം അത് നല്ലതാണ്, അത് വിശ്വസിക്കാൻ പറ്റുന്നവരെയാണെങ്കിൽ. വീണ്ടും നീ വീട് ഭായ്. നിങ്ങളുടെ പെണ്ണെന്ന് പറയുന്ന പതിവ്രത ചവച്ചു തുപ്പിയ ഒരുപാട് പേരുണ്ട് ഈ ലോകത്ത്. അതിൽ എൻ്റെ കണ്ണിൽപ്പെട്ടത് ഇവൻ മാത്രം. നോക്ക്. രാഹുലേ, നീ ഓഫീസിന് മുകളിലേക്ക് വാ, ഞാനിതിന് മുകളിലുണ്ട്. ഹലോ, പറടാ. നീ എവിടെയാ? ഞാൻ പിന്നെ വിളിക്കാം. ഞാൻ ഓഫീസിൻ്റെ മുകളിലാണ്. എന്താടാ ഇവിടെ? എന്നാ പറ്റടാ? അവൾക്ക് ആക്സിഡൻ്റ് ആയിടാ. എങ്ങനെ? അറിയില്ല. ഐ മിസ് ഹെർഡാ. ഇപ്പോൾ എവിടെയാ? അവളിപ്പോൾ ഐസിയുലാടാ. ഐസിയുലോ? എടാ നീ സമാധാനിക്ക്, അവൾക്കൊന്നും പറ്റത്തൊന്നുമില്ല. നീ എൻ്റെ കൂടെ ഇവിടെ വേണം, എൻ്റെ ഒരു സമാധാനത്തിന്. എടാ എനിക്ക് നിൻ്റെ അവസ്ഥ മനസ്സിലാകും, പക്ഷെ ഞാനെന്ത് ചെയ്യാനാ? ലീവ് ഞാൻ ചോദിച്ചതല്ല. സാരമില്ലടാ, എല്ലാവർക്കും ഉണ്ടാകില്ലേ ഓരോ വിഷമതകൾ. നീ പോയിക്കോ. എനിക്കിത്തിരി വെള്ളം തന്നിട്ട് പോകൂ. ആ
ഐസിയുവിൽ മീരാബാലിനെ എന്നൊരു പെൺകുട്ടി അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇല്ലല്ലോ, അങ്ങനെ ഒരാളിവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ലല്ലോ. താങ്കളെപ്പോലെ തന്നെ അവളുമായി നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു സ്വപ്നം കണ്ടവൻ. സ്വപ്നം കാണാൻ അവനും അവകാശമുണ്ട്. കാരണം അവർ സ്നേഹത്തിലായിരുന്നു. എടോ, പ്രണയം എന്ന വികാരം അത് ഈ പ്രായത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. അങ്ങനെ തോന്നിയില്ലെങ്കിലേ അവനവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്ന് വേണം കരുതാൻ. അത് ഭായി ഞാൻ പറഞ്ഞു തരുന്നത്. കേട്ടാ, പ്രണയിക്കാത്തവരായി ആരും ഉണ്ടാകില്ല. അത് തെറ്റായി ഞാൻ കാണുന്നുമില്ല. അതുകൊണ്ട് ഈ ചള്ള് ചെക്കനെ വിളിച്ചോണ്ട് നീ പോകും. നിങ്ങൾക്ക് തെറ്റി ഗൗരി. പണത്തിനു വേണ്ടിയും സ്വന്തം സന്തോഷത്തിനു വേണ്ടിയും എന്തും ചെയ്യാൻ മടിക്കാത്തവളാണ്. ഇതൊക്കെ ഞാനിപ്പോൾ വിശ്വസിക്കണം. നാളത്തെ കല്യാണം ഞാൻ വേണ്ടെന്ന് വെക്കണം. അവളുടെ മേൽ നിങ്ങൾ പറയാൻ പാടില്ലാത്ത കുറേ കുറ്റങ്ങൾ ആരോപിച്ചല്ലോ. ഇതിനൊക്കെ എന്താണ് തെളിവ്? വിത്ത് മോസ്റ്റ് റിഗ്രറ്റ്സ് മിസ്റ്റർ ദേവൻ, നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കേണ്ടി വരും. ഫേസ്ബുക്കിലൂടെ നിങ്ങളോട് സംസാരിച്ചതും നിങ്ങളോട് ചാറ്റ് ചെയ്തതൊന്നും അവളല്ലെങ്കിലോ മറ്റാരെങ്കിലും നിങ്ങളെ ട്രാപ്പ് ചെയ്തതായിക്കൂടെ? ഭായ്, ഇതാ ഇവൻ അവളുടെ വലയിൽ കുടുങ്ങിയ ഒരു കണ്ണിയാണ്. ട്രസ്റ്റ് മീ ഭായ്. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ല. മാത്രമല്ല, എനിക്ക് അവളെ പരിപൂർണ്ണ വിശ്വാസവുമാണ്. ആണല്ലോ, വിശ്വാസമാണല്ലോ. അതാണ് ദാമ്പത്യ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം വേണ്ട സാധനം, വിശ്വാസം. അപ്പോൾ ഭായ്, ഞാനൊരു ചലഞ്ച് വെക്കട്ടെ. നാളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ സുന്ദരിയെ ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ഞാൻ വളച്ച് കയ്യിൽ തന്നാൽ ഭായ് എന്ത് ചെയ്യും? കല്യാണം കഴിക്കുവോ അതോ? എനിക്ക് എൻ്റെ പെണ്ണിനെ സംശയമില്ല. അതുകൊണ്ട് തന്നെ നിന്റെ ചലഞ്ച് ഏറ്റെടുക്കേണ്ട കാര്യവും എനിക്കില്ല. പക്ഷെ ഞാനിപ്പോൾ ഈ ചലഞ്ച് ഏറ്റെടുത്തില്ലെങ്കിൽ നാളെ എനിക്കൊരു കുറ്റബോധം ഉണ്ടാകും. നിന്നെപ്പോയൊരു തേർഡ് റേറ്റ് റാസ്കലിൻ്റെ വാക്ക് വിട്ട് തലകുനിച്ച് നിന്നുവല്ലോ എന്ന കുറ്റബോധം. യെസ്, ഐ എം റെഡി ഫോർ ദ ചലഞ്ച്. അതാണ് ഗൗരിദാസ് ഭായ്. പക്ഷേ നമ്മളിപ്പോൾ ഈ കുട്ടിയെ മാത്രം വെച്ച് പന്തയം വെച്ചാൽ അത് സ്ത്രീകളുടെ ആകമാനം പ്രതികരണമാണ് അവൾ തരുന്നതെന്ന് നമ്മൾ കരുതും. സോ അത് പാടില്ല. താൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? There is always a way if you are committed. Yes, I am. നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള, നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഈ പന്തയത്തിൽ നിങ്ങളെ പരാജയപ്പെടുത്തില്ല എന്ന് ഉറപ്പുള്ള ഒരുവൾ. എന്താ ഭായ്, റെഡിയാണോ? റെഡിയാണടാ. പക്ഷേ എന്തു പക്ഷേ ഭായ്? രണ്ടുപേരുടെ നമ്പർ താ. ഓക്കെ, പക്ഷെ തരുന്ന നമ്പർ ആരുടേതാണെന്ന് ഞാൻ വെളിപ്പെടുത്തില്ല. ഓക്കെ ദേവാ, മൊബൈൽ ഒന്ന് ഭായ് നമ്പർ പറ. 9037 9037 135 135 004. 004. Next 9037 9037 135 135 005. 005. രണ്ടും അടുത്തടുത്ത നമ്പറാണല്ലോ. കല്യാണം പ്രമാണിച്ചെടുത്ത അടുത്തടുത്ത നമ്പറുകളാണത്. ഓ, ഇത് ആരുടെയൊക്കെ നമ്പറാണെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഭായിക്ക് തീരുമാനിക്കാം ഇതിൽ ഞാൻ ആദ്യം ആരെ വിളിക്കണമെന്ന്. ഞാൻ ഈ നമ്പറിലേക്ക് വിളിക്കുന്ന അതേ സമയത്ത് തന്നെ ഭായിയും ഈ നമ്പറിലേക്ക് ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കണം.
ഹലോ. ഹലോ, ആരാ? എ സ്ട്രേഞ്ചർ. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ട്രേഞ്ചർ. ഹേയ്, ആർ യു ജോക്കിംഗ്? നിങ്ങൾ ആരാണെന്ന് പറയൂ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ആ കണ്ണുകൾ, നിങ്ങളുടെ ആ ചുണ്ടുകൾ, പിന്നെ നിങ്ങളുടെ ആ അഴകാർന്ന കാർക്കൂന്തൽ. അങ്ങനെ ഒന്നാമത്തേത് കഴിഞ്ഞു. ഇനി രണ്ടാമത്തേത്. ഭായ്, മറക്കരുത്, സെയിം പാറ്റേൺ. ഞാൻ ഈ നമ്പറിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഭായും അതേ നമ്പറിലേക്ക് വിളിക്കണം. ദൈവമേ, എൻ്റെ അനിയത്തിയാണല്ലോ വിളിക്കുന്നത്. അവൾക്ക് അങ്ങനെയൊന്നും പറയാൻ തോന്നരുതേ. ഹലോ, ആരാ? എ സ്ട്രേഞ്ചർ. നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന സ്ട്രേഞ്ചർ. എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ്. നിങ്ങളുടെ ആ കണ്ണുകൾ, നിങ്ങളുടെ ആ ചുണ്ടുകൾ, നിങ്ങളുടെ ആ അഴകാർന്ന കാർക്കൂന്തൽ. അങ്ങനെ ആദ്യത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഇനി 5 മിനിറ്റിനുള്ളിൽ റിസൾട്ട് അറിയാം. എങ്ങനെ? ഭായ് വിളിച്ച 2 കോളുകളും നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരും നിങ്ങളെ പ്രിയപ്പെട്ടവരുമാണ്. എന്താ, ശരിയല്ലേ? അതെ. ആ 2 പേരും ഇപ്പോൾ തന്നെ ഭായിയെ വിളിക്കും. യെസ് ഭായ്, ഒന്നാമത്തെ കോൾ വന്നു. അറ്റൻഡ്. ഹലോ. ഹലോ, ആ ദാസേട്ടൻ വിളിച്ചിരുന്നു. മിസ് കോൾ കണ്ടു. നീ ബിസി ആയിരുന്നല്ലോ. ആരായിരുന്നു ലൈനിൽ? അത് റോങ് നമ്പർ ആയിരുന്നു ദാസേട്ടാ. ആ ശരി, ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. നിങ്ങളുടെ പ്രിയതമുടേതോ അതോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെയോ? ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. പ്രൂവ് ചെയ്യുക, അതുമാത്രമാണ് നിൻ്റെ ജോലി. അതിര് കടക്കാൻ ശ്രമിക്കരുത്. ഭായ്, അറ്റൻഡ് ദ കോൾ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, സെയിം പാറ്റേൺ. ഹലോ. ഹലോ, ഏട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നോ? മിസ് കോൾ കണ്ടു. ബിസി ആയിരുന്നല്ലോ. ആരായിരുന്നു ലൈനിൽ? അത് റോങ് നമ്പർ ആയിരുന്നു. ഞാൻ കുറച്ച് തിരക്കിലാണ്, പിന്നെ വിളിക്കാം. ശരി. അങ്ങനെ ഒന്നാമത്തെ ടെസ്റ്റ് കഴിഞ്ഞു. ഇതിൽ 2 പേരും ഒന്നാമത്തെ ടെസ്റ്റിൽ എൻ്റെ കണക്ക് പ്രകാരം തോറ്റു. ഭായിയുടെ കണക്ക് പ്രകാരം ജയിച്ചു. ഇപ്പോൾ എന്ത് പറയുന്നു മിസ്റ്റർ ക്രിസ്റ്റി ഫെർണാണ്ടോ ജോസഫ്? ലോകത്തിലെ എല്ലാ പെൺകുട്ടികളും ഒരുപോലല്ല എന്ന് മനസ്സിലായില്ലേ? അങ്ങനെ ആകാൻ തന്നെയാണ് മിസ്റ്റർ ഗൗരിദാസ് എൻ്റെയും പ്രാർത്ഥന. പക്ഷേ എന്തു ചെയ്യാം മിസ്റ്റർ ഗൗരിദാസ്, നിങ്ങളുടെ 2 പേരിൽ ഒരാൾ കളി തുടങ്ങിക്കഴിഞ്ഞു. മുതൽ അങ്ങോട്ട് ഏത് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് വെളിപ്പെടുത്തില്ല. അങ്ങനെ വെളിപ്പെടുത്തിയാൽ ഈ മത്സരത്തിൻ്റെ അവസാനം അർത്ഥശൂന്യമായി പോകും. നിങ്ങൾ മെസ്സേജ് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വസിക്കണം. വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ പന്തയത്തിൽ വിശ്വാസത്തിന് താങ്കൾ പ്രാധാന്യം കൊടുത്തില്ലെങ്കിൽ നിങ്ങളുടെ വിശ്വാസം നിങ്ങൾക്ക് തെളിയിക്കാനാവില്ല മിസ്റ്റർ ഗൗരിദാസ്. യെസ്, അനുസരിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ 2 നമ്പറുകളിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട്. 2ലും ഒരേ വിഷയം, ഹൂ ആർ യു. ഇനി ഈ നമ്പറിലേക്ക് എന്ത് മെസ്സേജ് അയക്കണമെന്ന് ഞാൻ പറയും. ദേവൻ. യെസ്. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, നിങ്ങളുടെ ഒരു ആരാധകനാണ്. ദേവൻ, സെൻഡ് ഇറ്റ്. താങ്കൾ വല്ലാതെ ഭയക്കുന്നു. അപകടം മുന്നിൽ കണ്ട ഒത്യാന പോലെയാണ് നിങ്ങളിപ്പോൾ. ഒരാൾ മെസ്സേജ് അയച്ചിരിക്കുന്നു. എന്നെ ഇത്രയേറെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ പേരെന്താണ്? എവിടെ നിന്നാണ് നിങ്ങൾ വിളിക്കുന്നത്? അങ്ങനെ പതുക്കെ കുട്ടി തെന്നി വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരാൾ, സ്നേഹം എന്ന വാക്കിന് നിങ്ങൾ നിർവഹിച്ച മാർഗം കൊള്ളാം. ശരീര സൗന്ദര്യത്തിന് നിങ്ങൾ എന്നിൽ കണ്ട സ്നേഹത്തിന് പേരു വേറെയാണ്, അട്രാക്ഷൻ. സഹോദര, എനിക്ക് എൻ്റേതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. നാളെ എൻ്റെ ഫാമിലിയിൽ ഏറ്റവും സുപ്രധാനമായ ഒരു ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് വിളിച്ച് സുന്ദരിയാണെന്ന് പറഞ്ഞ നിങ്ങൾക്ക് എൻ്റെ വക ഒരു താങ്ക്സ്. ഇനി വിളിക്കരുത്. This is a story of 2 lives, one dying, one starting a new life. He gave up all his love and threw it in the trash. He has nowhere to go, trying to forget the past.